ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങനെ എന്റെ ദേഷ്യം മാറൂടാ? നിന്നെ പോലുള്ളവരാണ് എന്റെ മകനെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞ് അഹങ്കരിച്ചിട്ടുണ്ട്. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. പക്ഷേ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലടാ. ആരാ ചെക്കൻ? എനിക്ക് പരിചയം പോലും ഇല്ല അവന്. അവന് വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെ ചെറിയമ്മയ്ക്കറിയാലോ എന്റെ മനസ്സ് മുഴുവൻ രാജുവായിട്ടുള്ള എന്റെ വിവാഹം നടക്കോ ഇല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇതാര് ഇപ്പൊ പുതിയൊരാള്? അച്ഛൻ എന്തിനാ ഇങ്ങനെ വരുന്ന പ്രപ്പോസൽസ് എല്ലാം ഇങ്ങനെ അംഗീകരിക്കുന്നത്? മോളെ, അതിന് പ്രതാപേട്ടന് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. മോളുടെ അച്ഛന്റെ മനസ്സില് ഒന്നുമില്ല. മോളുടെ ജീവിതം നന്നാവണമെന്ന് മാത്രമേ മോളുടെ അച്ഛനുള്ളൂ. അതുകൊണ്ടാ പ്രതാപേട്ടൻ. എന്റെ ജീവിതം നന്നാവണമെങ്കിൽ എന്റെ അച്ഛന്റെ കൂടെ ഈ വീട്ടിൽ നിന്നാ പോരെ? എന്നെ എന്തിനാ വിവാഹം കഴിപ്പിച്ച് വിടാനായിട്ട് എല്ലാരും ധൃതി കാണിക്കുന്നെ? അങ്ങനെയല്ല മോളെ. പെൺകുട്ടികളുടെ വിവാഹം 1-2 തവണ മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വിവാഹം നീട്ടിക്കൊണ്ടുപോയ പിന്നെ നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള പേടി കൊണ്ടായിരിക്കും പ്രതാപേട്ടൻ. ചെറിയമ്മയും കൂടി അച്ഛൻ എങ്ങനെ ന്യായീകരിക്കല്ലേ? മോൾക്ക് അച്ഛനോട് ദേഷ്യ? അച്ഛനോട് ദേഷ്യം തോന്നാനോ? എനിക്കോ? എനിക്ക് അച്ഛനോട് ഒരു ദേഷ്യമില്ല ചെറിയമ്മ. പക്ഷെ എനിക്കെന്റെ വിധി ഓർത്തിട്ടാ എന്റെ വിഷമം. എനിക്ക് മാത്രം എന്താ ഇപ്പോഴിങ്ങനെ സംഭവിക്കുന്നത്? മോള് വിഷമിക്കാതെ. മോള് ചെറിയമ്മ പറയുന്ന കേക്ക്. നമുക്ക് റൂമിലേക്ക് പോവാം. വാ. എന്തായി വേണു കേട്ടാ? ഋതിക മേഡത്തിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? വർമ്മ സാറിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നീ എന്തിനാ അതൊക്കെ അറിയണേ? അവന് വേണുവേട്ടൻ എന്തിനാ ചൂടാവുന്നേ? ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. നീ പോടാ. അടി വന്നിടും അടി. ആ പ്രിയേ, നീ ഒരു കട്ടൻ കാപ്പി എടുത്തേ. ഓ, നിങ്ങക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാൻ വേണു കേട്ടാ. ഓ, കഴിക്കാനൊന്നും വേണ്ട. ആ വേണുട്ടാ, എന്തായാലും ദീപക്കുമായിട്ടുള്ള ഋതിക മാഡത്തിന്റെ വിവാഹം നടന്നില്ലല്ലോ. നന്നായില്ലേ അത്? വിവാഹം നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്തടി കാര്യം? ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലേക്കല്ലേ ഋതിക മാഡം ചെന്നിരിക്കുന്നത്? നമ്മുടെ മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അവർ ഋതിക മാഡത്തിനെ മനസ്സിലാക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. വേണുട്ടാ, അപ്പോ പുതിയൊരു പ്രശ്നത്തിലേക്കാണോ ഋതിക മോള് ചെന്ന് വീഴാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ലല്ലോ. മന്ത്രിയുടെ അനിയന്റെ മകൻ കാഴ്ചയിൽ നല്ല പയ്യനാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കാഴ്ചയിൽ കാണാൻ കൊള്ളാവുന്നെന്ന് വെച്ച് സ്വഭാവം നല്ലതാണോന്നുണ്ടോടി? ദീപക്കിനെ കാണാൻ എന്താ മോശ? എന്നിട്ട് അവന്റെ കയ്യിലിരിപ്പോ അങ്ങനെയുള്ള ഒരാളാണ് രോഹനെങ്കിൽ വീണ്ടും മാഡത്തിന്റെ ഭാവിയെ ബാധിക്കില്ലേ? എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല വേണോട്ടാ. മോളുടെ ഭാവി നന്നാവണം, മോള് സന്തോഷമായിട്ട് ജീവിക്കണം, അത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നേ. മന്ത്രിയുടെ അനിയന്റെ മകൻ നല്ല ആളായിരുന്നാ മതിയായിരുന്നു ദൈവമേ. മാഡത്തിന്റെ ഭാവി നന്നാകണമെന്ന് തന്നെയല്ലേ എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ മകനെ കൊണ്ട് മാഡത്തെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ അത്രയും ശ്രമിച്ചത്. എല്ലാം വെറുതെ ആയില്ലേ?
എനിക്ക് തോന്നണില്ലടി, ആ ചെക്കന്റെ മുഖത്തെ എന്തോ ഒരു പന്തികേടുണ്ട്. എന്റെ മനസ്സിന് അങ്ങോട്ട് ഉറപ്പ് വന്നില്ല. അത് തന്നെയാ എനിക്കും പറയാനുള്ള. ആ ചെക്കനെ എനിക്ക് തീരെ ഇഷ്ടമായില്ല. അവന്റെ ഉള്ളിലെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്നായി എനിക്ക് തോന്നുന്നത്. അതേടി, വർമ്മ സാറിന് ഇത്രയും സാമ്പത്തിക നിലയും പേരും പെരുമയുള്ളത് തന്നെയാ സാറിന്റെ ഏറ്റവും വലിയ ശാപമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണ് സാറിന്റെ സ്വത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിലുമാണ്. അങ്ങനെ സാറിന്റെ സ്വത്തിനും രാഷ്ട്രീയ സ്ഥാനത്തിലും കണ്ണുവെച്ച് ബലിയാടാവുന്നട്ടെ ഋതിക മാഡം. അംബിക മാഡത്തിന് ദീപക്കിന്റെ ഉദ്ദേശം എന്താ? വർമ്മ സാറിന്റെ സ്വത്തും പണവും തട്ടണം. അതിനു വേണ്ടിയിട്ടല്ലേ അവര് മാഡത്തിന്റെ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ട് ആ കുട്ടിയെ വിവാഹം കഴിച്ച് സ്വത്ത് തട്ടാനായിട്ട് സാറിനെ പറ്റിച്ച് സാറിന്റെ ഒപ്പം കൂടിയിരിക്കാ അവര്. എന്നാലും അച്ഛാ, ഋതികയോട് യാത്ര പറയാതെ ഇറങ്ങിയത് ശരിയായില്ല. പാവം, ആ കുട്ടി എന്ത് വിചാരിച്ചു കാണും? പിന്നെ യാത്ര പറയാൻ പറ്റിയ സാഹചര്യമല്ലേ അവിടെ ഉണ്ടായിരുന്നത്. ഒന്നും സംസാരിക്കാതെ പോന്നത് നന്നായി. എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ഋതിക മാഡത്തിന്റെ വിഷമം കൂടി കേൾക്കേണ്ടി വന്നേനെ. ആ പാവത്തിനെ ആശ്വസിപ്പിക്കാൻ നമ്മളല്ലാതെ ആരാ വേണോട്ടാ ഉള്ളത്? വേണോട്ടാ, ഞാനൊന്ന് ഫോൺ എടുത്ത് മോളെ വിളിക്കട്ടെ. വേണ്ടടി, ഋതിക മാഡത്തെ ഫോൺ ചെയ്യൊന്നും വേണ്ട. മാഡത്തിന്റെ മനസ്സൊന്ന് തണുത്തിട്ട് എന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. അപ്പൊ നമുക്ക് സംസാരിക്കാം. അതാ ശരി. അല്ല അച്ഛാ, വിവാഹത്തിന് വന്നവരൊക്കെ സദ്യ കഴിക്കാതെ അല്ലേ പോയത്? അപ്പോ ആ സദ്യയൊക്കെ അവരെന്ത് ചെയ്ത് കാണും? സദ്യ അവിടെ അത്രയും പുകിലുണ്ടായിട്ട് മാഡത്തിന്റെ ജീവിതത്തിൽ പുതിയൊരാൾ വന്ന സാഹചര്യത്തില് നീ സദ്യയെ കുറിച്ച് ഓർത്താണ് വിഷമിക്കണത്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അച്ഛാ. ആ നിങ്ങളെന്താ എന്നോട് പറയാതെ വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്താ, നിന്നോട് അനുവാദം വാങ്ങിയിട്ടേ അവിടുന്ന് ഇറങ്ങാൻ പാടുള്ളൂന്നുണ്ടോ? അച്ഛൻ ഇതുവരെ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ? എങ്ങനെ എന്റെ ദേഷ്യം മാറൂടാ? നിന്നെ പോലുള്ളവരാണ് എന്റെ മകനെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞ് അഹങ്കരിച്ചിട്ടുണ്ട്. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. പക്ഷേ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലടാ. അകലേ നോവിനാലേ